ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ വായിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ വരികൾ ഇങ്ങനെയാണ്: ഒരു നുണ പല ആവർത്തി പറഞ്ഞു കഴിയുമ്പോൾ അത് സത്യമായി തെറ്റിദ്ധരിക്കപ്പെടുന്നത് പോലെ. ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ചിന്ത ഇതായിരുന്നു: ക്രിസ്തു എപ്പോഴെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിച്ചപ്പോൾ ഇല്ല എന്നുള്ള ഉത്തരമാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ വേറൊരു ഉത്തരം എന്നത്, ഒരു ദിവസം നമ്മളെല്ലാവരും എത്ര നുണകളാണ് പറയുന്നത്. നുണകൾ പറയുന്നതിന് മാത്രം ഒരാവർത്തന വിരസതയില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ചില നുണകൾ ജീവിതത്തെ പിടിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ളതാണെങ്കിൽ, ചില നുണകൾ ജീവിതത്തെ നശിപ്പിക്കുവാനുള്ളതായിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ സദുക്കായർ യേശുവിനെ സമീപിച്ച് പുനരുത്ഥാനത്തെക്കുറിച്ച് ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരുവൻ്റെ വളർച്ച തളർച്ചയായി കാണുവാനായി നിരവധി ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നുണയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മുടെയൊക്കെ നിരവധിയായ നുണകളുടെ ഒരു ചിത്രമല്ലേ ക്രിസ്തു. അവൻ്റെ കാലഘട്ടത്തിലും കൂടെയുള്ളവൻ വരെ നുണ പറഞ്ഞ് ഇവനെയല്ല ബറാബാസിനെ വിട്ടു തന്നാൽ മതിയെന്ന് സൗഖ്യം നൽകിയവർ പോലും ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അവൻ ഈ നുണകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാൽവരി മല കയറുന്നവനെ നാം ഓർക്കണം. ഈ മല കയറുമ്പോഴും ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന രക്തത്തേക്കാൾ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരാണ് അവനെ വേദനിപ്പിച്ചത്. കാരണം അന്നും നുണകൾ പറയുന്നു, ഇന്നും നമ്മൾ നുണകൾ പറയുന്നു. നാം മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു പുനരുത്ഥാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെ വ്യക്തമായി കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകമായി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നു. അതിലൂടെ ഒന്ന് വായിച്ചപ്പോൾ മനസ്സിൽ വന്ന ചില വാക്കുകൾ എന്നെ സ്പർശിച്ചു. മുഖാമുഖം കാണുവാനുള്ളൊരവസരം, തിരഞ്ഞെടുക്കപ്പെട്ടവൻ, സൗഹൃദത്തോടുകൂടി പെരുമാറുവാൻ കിട്ടുന്ന സ്വർഗമെന്ന പുതിയൊരു ലോകത്തിലേക്ക് യാത്രയാകേണ്ടവരാണ് നാം ഓരോരുത്തരും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിത രീതിയുടെ അടിസ്ഥാനത്തിൽ നമുക്കിനിയും ഒരു ജീവനുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവിടെ നുണകളല്ല, സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് ക്രിസ്തു പറയും. എല്ലാവരുടെ ജീവിതത്തിലും വളർച്ചകൾ ഉണ്ടാകാറുണ്ട്. എൻ്റെ വളർച്ചയും തളർച്ചയും തീരുമാനിക്കേണ്ടത് ഞാനാണ്. ക്രിസ്തു തളർന്നിട്ടുണ്ടെങ്കിൽ അവൻ വളർന്നിട്ടുമുണ്ട്. ഇത്രയേറെ പീഡനങ്ങൾ സഹിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവൻ പറഞ്ഞതൊക്കെ നുണകളല്ല, സത്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ അല്പനിമിഷം മാത്രം മതിയായിരുന്നു. നുണകളുടെയൊക്കെ പ്രത്യേകത അത് തന്നെയാണ്. അല്പനേരത്തെ ജീവനാണ്, എന്നാൽ ആ അല്പം കഴിഞ്ഞാലുള്ള മരണം വരെയുള്ള ജീവനെ വേദനിപ്പിക്കുന്നതാണ് ഓരോ നുണകളും. സത്യമെന്നത് അല്പനേരത്തെ വേദനയാണ്, എന്നാൽ മരണം വരെ അത് സത്യമാണെന്ന് മനസ്സിലാക്കുമ്പോഴുണ്ടാകുന്ന സുഖവും സൗഖ്യവുമാണ് ജീവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്നേഹമുള്ളവരെ, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. ഭൂമിയിലെ പച്ചപ്പ് പോലെ നമ്മുടെ ഹൃദയത്തിലും പച്ചപ്പുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വാടുന്നുണ്ട്, വളരുന്നുണ്ട്, ഊർജ്ജസ്വലതയോടുകൂടി നിൽക്കുന്നുമുണ്ട്. നമ്മൾ തളിക്കുന്ന ജലം പോലെ, നൽകുന്ന വളം പോലെ അതിനെ ആശ്രയിച്ചാണ് ഒരു ചെടി വളരുകയും തളരുകയും ചെയ്യുന്നത്. നമ്മൾ എങ്ങനെ പരിപോഷിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് ജീവൻ നിലനിൽക്കുന്നത്. ക്രിസ്തു നമുക്ക് ജീവിതത്തിൽ വളരുവാനുള്ള സാധ്യതകൾ നൽകിയിട്ടുണ്ട്. അത് മറ്റുള്ളവൻ്റെ വളർച്ചയല്ല, എൻ്റെ വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുക.
ഇന്നത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, കർത്താവെ, അങ്ങിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ഓരോ ദിവസവും ദേവാലയത്തിൽ പോയി നാം പോലും അറിയാതെ കണ്ണുകൾ ഉയർത്തി ആ ക്രൂശിത രൂപത്തെ കാണുകയും സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പോലെ ജീവിതത്തിൽ കണ്ണുകൾ ഉയർന്നതോടൊപ്പം നമ്മളും ഉയരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ചിന്തകളും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളും മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ദേവാലയത്തിലായിരിക്കുമ്പോൾ നാം പറഞ്ഞ നുണകളെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ചില നുണകൾ നമ്മളെ തളർത്തിയിട്ടുണ്ട്. ചില നുണകൾ മറ്റുള്ളവരെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ തളർത്തിയിട്ടുള്ള നുണകളാണോ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തുവാനുള്ള സമയമായി. ആ തിരുത്തലിൻ്റെയും കൂടി ഉത്തരമായി തീരട്ടെ ഞാൻ ഉയർത്തുന്ന കണ്ണുകൾ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.